മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് നവ്യ നായർ. ദിലീപിന്റെ നായികയായി ഇഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് നവ്യ മലയാള സിനിമാ രംഗത്ത് എത്തുന്നത്. രഞ്ജിത്തിന്റെ നന്ദനം എന്ന സിനിമയിലായിരുന്നു ഇഷ്ടത്തിന് പിന്നാലെ നവ്യ അഭിനയിച്ചത്. ഇതിലൂടെ മികച്ച നടിയായി മാറാനും ആനന്ദത്തിലൂടെ നവ്യയ്ക്ക് സാധിച്ചു. 2010 വിവാഹിതയായ ശേഷം മുംബൈയിലായിരുന്നു നവ്യ. ശേഷം സിനിമയിൽ നിന്നെല്ലാം ഇടവേളയെടുത്തുവെങ്കിലും ഇപ്പോൾ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് താരം. എന്നാൽ സിനിമയൊന്നും ചെയ്യാതെ ഒന്നും ചെയ്യാതെയുള്ള വീട്ടിലിരിപ്പ് തനിക്ക് മടിപ്പ് ഉളവാക്കുന്നതായിരുന്നുവെന്നാണ് നടി തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞത്. ഇപ്പോൾ ജീവിതത്തിൽ നാളെ ഒറ്റപ്പെട്ടു പോയാൽ ആ അവസ്ഥയെ എങ്ങനെ മറികടക്കും എന്ന് ശീലിക്കുകയാണെന്നും നവ്യ നായർ പറഞ്ഞു. സോളോ ട്രിപ്പുകൾ ഏറെ ഇഷ്ടപ്പെടുന്ന നവ്യ എന്തുകൊണ്ടാണ് അത്തരത്തിൽ യാത്ര ചെയ്യുന്നതെന്ന് പറയരുത്. ഞാൻ എൻ്റെ മുൻപിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമാകുമ്പോൾ നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാതെ പല കാര്യങ്ങളും സംഭവിക്കും. ചില ആളുകൾക്ക് പ്രായം കൂടുമ്പോൾ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാകും. കഴിച്ചോ കുളിച്ചോ അങ്ങനത്തെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും അവർ ചെലുത്തുന്ന ശ്രദ്ധ അത് ഇല്ലാതെയാകുമ്പോൾ ഞാൻ എന്തു ചെയ്യുമെന്ന പേടി കൊണ്ടാണ് ഞാൻ അധികവും ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്തു തുടങ്ങിയത്. അങ്ങനെ ഒരു ട്രിപ്പിന് പോയപ്പോൾ എനിക്ക് പനി പിടിച്ചു, പണി കിട്ടി. ആരും ഒപ്പമില്ല, ഒരു സഹായം ചെയ്യാം എന്ന് തിരിച്ചറിഞ്ഞു. സത്യത്തിൽ നമ്മൾ ഒറ്റപ്പെടണം. ഒറ്റപ്പെട്ടു കൂടി നമ്മൾ ശീലിക്കണം. നമ്മളുടെ ജീവിതത്തിൽ ഒറ്റപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ മുൻകൂട്ടി കാണണമെന്നും നടി പറയുന്നു. പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നവ്യയ്ക്ക് എന്തുപറ്റി, ഒറ്റപ്പെട്ടു പോയോ, ഭർത്താവ് എവിടെ, നിങ്ങൾ വേർപിരിഞ്ഞു എന്നുള്ളത് സത്യമാണോ? എന്തായാലും ജീവിതം സന്തോഷകരമാക്കൂ, എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാകും എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ. 2010 നവ്യയുടെയും സന്തോഷിന്റെയും വിവാഹം. വീട്ടുകാരാണ് നവ്യയ്ക്ക് വേണ്ടി സന്തോഷിനെ കണ്ടെത്തിയത്. ഇരുവരും തമ്മിൽ 10 വയസ്സ് വ്യത്യാസമുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ. വിവാഹിതയാകുമ്പോൾ നവ്യയ്ക്ക് 24-ഉം സന്തോഷത്തിന് 34-ഉമായിരുന്നു വയസ്സ്. സിനിമയുമായി വലിയ അടുപ്പമില്ലാത്ത കുടുംബത്തിലേക്കാണ് നവ്യ കയറി ചെന്നതെങ്കിലും അഭിനയത്തിൽ നിന്നും അകന്നു നിന്ന സമയങ്ങളിലും റിലീസ് ചെയ്യുന്ന സിനിമകളെല്ലാം നവ്യ മുടങ്ങാതെ കാണുമായിരുന്നു. നൃത്തവും നവ്യ വിവാഹത്തിന് ശേഷം തുടർന്നിരുന്നു. രണ്ടാം വരവിന് ശേഷം സിനിമ തിരഞ്ഞെടുക്കുന്നതിൽ നവ്യ അതീവ ശ്രദ്ധാലുവാണ്. പ്രണയിക്കില്ലെന്ന് നവ്യ മാതാപിതാക്കൾക്ക് വാക്ക് കൊടുത്തിരുന്നുവെന്നും നവ്യ അടുത്തിടെ പറഞ്ഞതും വാർത്തയായിരുന്നു. പ്രണയിക്കില്ല, പഠനം മുടക്കില്ല, ഫോൺ ചോദിക്കില്ല എന്നീ 3 കാര്യങ്ങളിൽ താൻ ഉറപ്പു നൽകിയ ശേഷമാണ് മാതാപിതാക്കൾ സിനിമയിൽ അഭിനയിക്കാൻ തന്നെ അനുവദിച്ചതെന്ന് നവ്യ തന്നെ മുൻപ് പറഞ്ഞിരുന്നു. പക്ഷേ സിനിമയിൽ നായിക റോളിൽ സജീവമായിരുന്ന കാലത്ത് നവ്യയ്ക്ക് പ്രണയമുണ്ടായിരുന്നു. അത് വർക്കൗട്ട് ആകാത്തതിനാൽ വീട്ടുകാർ കണ്ടെത്തിയ വരനെ നടി സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ അത് ഏത് താരത്തോടായിരുന്നു പ്രണയമെന്ന് നവ്യ വെളിപ്പെടുത്തിയിട്ടില്ല. അതെന്റെ ജോലിയെയും എൻ്റെ ക്രിയേറ്റിവിറ്റിയും ഒക്കെ ബാധിക്കും. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നത് എൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയാണ്. ഞാൻ ഡിവോഴ്സ്ഡായി എന്ന വാർത്തയൊക്കെ ഏറ്റവും അവസാനം അറിഞ്ഞ ആളാണ് ഞാൻ. സമൂഹ മാധ്യമങ്ങളിൽ ഒന്നും അത്ര സജീവമല്ല ഞാൻ. ചിലർ അതിനിടയ്ക്ക് വാട്സപ്പിൽ അയച്ചു തന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. വെൽഡൺ എന്ന് ഞാൻ മറുപടിയും കൊടുത്തു. എന്റെ അഭിമുഖങ്ങളൊക്കെ സന്തോഷേട്ടൻ കാണാറുണ്ട്. അതിൽ നേരെ ചൊവ്വേ എന്ന അഭിമുഖത്തിൽ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്, നീ എന്ത് വർത്താനമാണ് ഈ പറയുന്നതെന്നും ചോദിക്കും. പക്ഷേ ചേട്ടനോട് കുറെ പേർ നല്ല അഭിമുഖമെന്ന് പറഞ്ഞുവെന്നും നവ്യ പറയുന്നു. വിവാഹശേഷം ജീവിതം ആകെ മാറുകയായിരുന്നു. അടുക്കള എനിക്ക് ഇഷ്ടമല്ലാത്ത മേഖലയായിരുന്നു. അതൊക്കെയൊന്ന് ശരിയാക്കി വന്നപ്പോഴേക്കും അമ്മയായി. ഇഷ്ടമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോൾ ഒരുതരം ഒറ്റപ്പെടൽ തോന്നിയിട്ടുണ്ട്. ഒന്നും ചെയ്യാനില്ലാത്ത പോലൊരവസ്ഥ. മുന്നില് എന്താണ് എന്നുള്ള ചിന്ത. അതൊക്കെ ബാധിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു. അതിനെ മറികടക്കാനായി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. സ്വാഭാവികമായി സംഭവിച്ചതാണ്. അതുപോലെ താൻ സോഷ്യൽ മീഡിയയിൽ വരുന്നത് നല്ലത് വായിച്ച് സന്തോഷിക്കുകയും ട്രോളുകൾ വായിച്ച് സങ്കടപ്പെടുകയും ചെയ്യുന്ന ആളല്ല. ആ ഒരു ലോകവുമായി വിട്ടുനിൽക്കുന്ന ആളാണെന്നും നവ്യ പറയുന്നു. പഠനവും നൃത്തവും തുടരാൻ തീരുമാനിച്ചു. എന്നാൽ പല കാരണങ്ങളാൽ അത് നടന്നില്ല. വിവാഹിതയായ കാലത്ത് തന്റെ അവകാശങ്ങളെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. വെള്ളിത്തിരയിൽ നിൽക്കുമ്പോഴാണ് വിവാഹം. ഒരിക്കലും മാനസികമായി പ്രിപ്പയർഡ് ആയിരുന്നില്ല വിവാഹത്തിന്. അച്ഛന്റെയും അമ്മയുടെയും നിർബന്ധത്തിന് ഞാൻ വിവാഹം കഴിച്ചതാണ്. പക്ഷെ നാളെ വിവാഹശേഷം അഭിനയിക്കരുത് എന്ന് എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞാൽ അത് അനുസരിക്കാൻ പാകത്തിന് തയ്യാറെടുത്തുകൊണ്ടാണ് ഞാൻ വിവാഹത്തിന് റെഡിയായതും. ഭർത്താവിനോട് പെണ്ണ് കാണാൻ വന്നപ്പോൾ അഭിനയിക്കട്ടെ എന്നും ഞാൻ ചോദിച്ചിട്ടില്ല. പെണ്ണു കാണാൻ വന്നപ്പോൾ പുള്ളി ഇങ്ങോട്ടാണ് എന്നോട് പറഞ്ഞത്, സിനിമയിൽ അഭിനയിക്കാനാണോ പ്ലാൻ എന്ന്. അങ്ങനെ പ്രത്യേകിച്ചൊരു തീരുമാനമില്ല. എന്ന് വെച്ച് ഈ ബഹളത്തിൽ നിന്നൊക്കെ മാറുമ്പോൾ അത് ഡിപ്രസിംഗ് ആകും.
സിനിമയുടെ എവിടെയെങ്കിലും ഒക്കെ നിൽക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിരുന്നു. നീ നിന്റെ ടാലന്റ് നശിപ്പിച്ചുകൊണ്ട് എന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്നാൽ മതിയെന്ന് ഞാൻ പറയില്ല. അത് വല്ലപ്പോഴും ഒന്ന് പോളിഷ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിക്കും സന്തോഷമായി അത് കേട്ടപ്പോൾ. എങ്കിലും വിവാഹത്തിന് ശേഷം അദ്ദേഹം മാറ്റി പറഞ്ഞാലും എനിക്കതിൽ പരാതി ഉണ്ടാകുമായിരുന്നില്ല. എന്തിനും പ്രിപ്പയർഡ് ആയിട്ടാ വിവാഹം നടന്നതെന്നും നവ്യ നായർ പറഞ്ഞു. ഭർത്താവിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി വീട്ടിലിരിക്കുമ്പോൾ തന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്തതിലെ വിഷമം നവ്യയ്ക്കുണ്ടായിരുന്നു. വിവാഹം എന്ന സമ്പ്രദായത്തിലെ തെറ്റായ ധാരണകളെക്കുറിച്ച് നവ്യ ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി. എന്റെ മകനെ നോക്കാനല്ല ഞാൻ അവനെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അവനൊരു കുട്ടിയല്ല. അവൻ മുതിർന്ന് ഒരു വ്യക്തിയായ ശേഷമാണ് വിവാഹം ചെയ്യുക. അവന് പാചകം ചെയ്തു കൊടുക്കാനല്ല വിവാഹം. അവനെ വെച്ചുണ്ടാക്കി കൊടുക്കുന്ന, വേതനം കൊടുക്കാത്ത ജോലിക്കാരിയല്ല അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെന്നും നവ്യ നായർ എന്ന് പറഞ്ഞിരുന്നു. 24 വയസ്സിലായിരുന്നു നവ്യയുടെ വിവാഹം. അന്ന് വിവാഹമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വിജയമെന്നാണ് കരുതിയത്. ഈ കണ്ടീഷനിങ് കൊണ്ട് അടിസ്ഥാനപരമായ അവകാശം പോലും മനസ്സിലാക്കിയില്ല. ഭർത്താവ് എനിക്കെതിരെ സംസാരിച്ചാൽ അത് അദ്ദേഹത്തിന്റെ അവകാശമാണെന്ന് കരുതി. എന്തു പ്രശ്നമുണ്ടെങ്കിലും സഹിച്ചേ പറ്റൂ എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു, നവ്യ തുറന്നു പറഞ്ഞു. ഒരിക്കൽ തമാശ രൂപേണയും വിവാഹത്തെക്കുറിച്ച് നവ്യ സംസാരിക്കുകയുണ്ടായി. കല്യാണം കഴിക്കും മുൻപ് ആണുങ്ങൾ പലതും പറയും. അതൊക്കെ വെറുതെയാണെന്നും നവ്യ പറഞ്ഞത്. അതേസമയം VK പ്രകാശ് സംവിധാനം ചെയ്ത ഒരുത്തി എന്ന സിനിമയിലൂടെയായിരുന്നു നവ്യ അഭിനയ രംഗത്തേക്കുള്ള തിരിച്ചുവരവ് നടത്തിയത്.